ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും യാത്ര അനുഭവം പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ആസാമിലെ ഈ കൊക്രജാറിൽ ഈ ബോഡോ കലാപം നടക്കുന്ന സമയത്ത് 2012 നമ്മൾ യാത്ര നടത്തിയിരുന്നു. ഈ ബോഡോ കലാപം നടക്കുന്ന പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ നമ്മൾ അനുഭവിച്ച കുറേ സങ്കീർണത ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും എൻ്റെ ആ അർത്ഥത്തിൽ അനുഭവം ആരംഭിക്കുന്ന സ്ഥലം. ഈ 2008-12 സംഭവം. ഇപ്പോൾ ബോഡോ കലാപം നിങ്ങൾക്ക് അറിയണം, ഞാൻ വിശദീകരിക്കണല്ലോ. അപ്പോൾ ആസാമിലെ അങ്ങനത്തെ ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ്. നെല്ലി വംശഹത്യ നടന്ന പിന്നെ ബോഡോ കലാപത്തിലും യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെടുന്നതിലും ഭൂരിഭാഗം മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ സങ്കീർണമായ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ യാത്രയിൽ ഏകദേശം ഒരു കൊൽക്കത്ത കഴിഞ്ഞത് മുതൽ നമ്മുടെ യാത്രയിൽ ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് പോകുമ്പോൾ ചിലർ പറഞ്ഞിരുന്നു നിങ്ങൾ പോണ്ട ആ സമയത്ത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അന്ന് വിഷന്റെ പ്രൊജക്ട് വിഷൻ 2016 പ്രൊജക്ടിന്റെ ഭാഗമായി ആണ് യാത്ര പോകുന്നത്. എന്ന് പറഞ്ഞാൽ പ്രൊജക്ടിന്റെ ഒരു NGO, ആ NGO നടത്തുന്ന ഒരു യാത്ര എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടാണ് നമ്മൾ ആളുകളെ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയോ ആളുകളാണ് ഇതിൽ വരുന്നത്, താല്പര്യമുള്ള. അതിൽ അധ്യാപകരുണ്ട്, ജേർണലിസ്റ്റുകളുണ്ട്, ലോയേഴ്സ് ഉണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്, അങ്ങനെ കുറേ ആളുകൾ അതിലുണ്ടായിരുന്നു. നമ്മളെ മുസ്ലിം പരാരി പോലത്തെ ആളുകളൊക്കെ അന്നുണ്ടായിരുന്നു. M നൗഷാദ്, അവർക്ക് ആ യാത്രയിലുണ്ടായിരുന്ന ആളുകളാണ്. മീഡിയ വണിലെ മുജീബ് ആക്കോട്, ഇങ്ങനെ കുറെ നല്ലൊരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ കൊൽക്കത്ത കഴിഞ്ഞപ്പോൾ നമ്മൾ യാത്ര വരുന്ന കാര്യം എവിടുന്നോ അവരറിഞ്ഞു. അതായത് ഗവൺമെന്റ് അറിഞ്ഞു. ഗവൺമെന്റ് അറിയാൻ ഇതൊന്നും നമ്മൾ നോട്ടീസ് കൊടുത്ത് വരുന്നതാണ്. നമ്മളതിൽ എല്ലാവർക്കും ബാഡ്ജ് ഉണ്ട്, റെയിൽവേ ബുക്ക് ചെയ്ത് നമ്മൾ അങ്ങനെ വളരെ സുതാര്യമായ യാത്രയാണ്. പക്ഷെ ഇതങ്ങനെ അറിഞ്ഞ് ഒരു ന്യൂ ജൽപഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ശരിക്ക് ബംഗാളിലെ മെയിൻലാൻഡിൽ നിന്ന് ഈ നോർത്ത് ഈസ്റ്റിനെ കണക്ട് ചെയ്യുന്ന, നമ്മൾ മാപ്പിലേക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു ചെറിയൊരു നാരോ പോലത്തെ ഒരു ഏരിയ ഉണ്ടാവില്ല, ഒരു സിക്കിമിലേക്ക് ഇങ്ങനെ പൊന്തിക്കുന്ന ഒരു കോമ്പോസിസ് ആണ്. ആ ഏരിയ ആണ് ശരിക്കും. അവിടെ എത്തുമ്പോൾ നമ്മുടെ കമ്പാർട്ട്മെന്റിലേക്ക് S4 ആണ്, ഓർമ്മ S4ലേക്ക് കുറെ പട്ടാളക്കാർ കയറി. നമ്മൾ വിചാരിച്ച് ആ ഭാഗത്തേക്ക് യാത്രയിലൊക്കെ സാധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ വെച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ നോക്കുമ്പോൾ ഇവര് ഓരോരുത്തരും വാതിലെടുത്ത് നിൽക്കുകയാണ്. ഈ 4 വാതിലെടുത്ത് പട്ടാളക്കാരാണ്. അപ്പോഴും നമ്മളതിൽ അസ്വാഭാവികമൊന്നും തോന്നിയില്ല. കുറച്ചു നേരം അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോയ ആള് തിരിച്ചു വന്നപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ആളുകളാണ് നമ്മളെ കമ്പാർട്ട്മെന്റിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ശമ്പളത്തെ ഏറ്റവും ചെയ്തില്ല, എന്താ പ്രശ്നം എന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അലിപുർദാർ എന്നുള്ള സ്ഥലത്തെത്തി. അലിപുർദാർ എത്തിയപ്പം വണ്ടിയാണ് നിർത്തിയിട്ട് ചാനലുകാർ വന്നു. ചാനലുകാർ വന്നിട്ട് നമ്മളെ തലങ്ങും വിലങ്ങും വിഷ്വലൈസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബാഗ് ഇങ്ങനെ കാണിക്കുന്നു. ഭയങ്കര ഒരു സീൻ. നമുക്ക് കുറച്ച് ബേജാറായി. ആ സമയത്ത് പോലീസ് വന്നിട്ട് നമ്മുടെ ബാഗിനും പരിശോധിച്ചു. അപ്പോൾ കുറച്ച് നേരം ഒന്നുമില്ല എന്നിട്ടാണ് പോയിക്കൊന്നിട്ട് വണ്ടി മൂവ് ചെയ്ത്. ഈ സമയത്ത് നമ്മളിങ്ങനെ ആളുകൾ നോക്കുകയാണ്, നമ്മൾ എന്താണ് സംഭവം, നമുക്ക് തിരിയുന്നത് എന്താണ്. കുറച്ച് നേരം ആ സമയത്ത് ഡോക്യുമെന്ററി നിർമ്മാണത്തിന്റെ ഭാഗമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാജിദ എന്നുണ്ടോ, തിരുവനന്തപുരത്ത് മാജിദ എന്റെ ഓർമ്മ. എൻ്റെ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു ആസാമിൽ നിന്ന് ചെങ്ങായിനെ വിളിച്ചിട്ടാണ്, ഇവിടെ ഫർമീസ് നിങ്ങളെ കുറിച്ച് ഇവിടെ ഭയങ്കര വിഷ്വൽ മീഡിയയിലൊക്കെ ഭയങ്കര വാർത്ത വരുന്നുണ്ട്, നിങ്ങളൊക്കെ മുഖം കാണിക്കുന്നുണ്ട്, എന്നിട്ട് കേരളത്തിൽ നിന്നുള്ള ഭീകരവാദികൾ വരുന്നു എന്ന രൂപത്തിലേക്കുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇത് കേട്ടോടുകൂടി ഞങ്ങൾ ആകെ ബേജാറായി. പിന്നെ അലിപുർദാറിന് കുറച്ചങ്ങോട്ട് പോയി എനിക്കൊന്ന് കൊക്രജാർ ഓടിയെത്ത സമയത്ത് വണ്ടി നിർത്തിയപ്പോൾ അവിടുത്തെ സ്ഥലം SP വന്നു. ഞങ്ങളെല്ലാവരും പുറത്തിറക്കി ഒരു വൻ പരിശോധന. വണ്ടി അവിടെ പിടിച്ചിട്ടു, വണ്ടി പോണ്ട എന്നുള്ള അർത്ഥത്തിൽ പിടിച്ചിട്ട് ഞങ്ങളെല്ലാവരും പരിശോധിച്ചു. ആ പരിശോധിച്ചൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഒരു മുസ്ലിം അല്ലാത്ത ഒരു പയ്യനുണ്ടായിരുന്നു. ഓനെ ഒറ്റക്ക് SP വിളിച്ചിട്ട് വെച്ചു, നീ എന്തിനാണ് ഈ ഭീകരവാദികളോട് യാത്ര ചെയ്തത്. ഓനെ മാത്രം വിളിച്ചിട്ട്. അപ്പോൾ ഓന്റെ കഴുത്തിലും ഈ ബാഡ്ജാണുള്ളത്, നമ്മുടെ കഴുത്തിൽ ബാഡ്ജുള്ളത്, നമ്മളൊക്കെ പോകുന്ന ഒരേ സ്ഥാനത്തിനാണ്. അങ്ങനെ കുറെ സംസാരിച്ച് ലാസ്റ്റ് നിങ്ങൾ കയറിക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം എന്നുള്ള എന്തോ ഒരു മെസ്സേജ് എനിക്കൊന്നും പറഞ്ഞ് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ തിരിച്ച് വണ്ടി തന്നെ കയറ്റി. ആ സമയത്തൊക്കെ വണ്ടിയാണെങ്കിൽ നിർത്തുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. തിരിച്ച് പിറ്റേന്ന് രാവിലെ ഗോട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരു വലിയ പട 10-50 പോലീസ് ഞങ്ങളെ കാത്തിരിക്കുന്നു. ഞങ്ങളെ സ്വീകരിക്കുന്നു. നേരെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് RPF കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി. എന്താണെന്നും പറയുന്നില്ല, നിങ്ങളെവിടെയും പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് വന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എത്തിച്ചു വെക്കാൻ പറയും. അതൊക്കെ ഓരോ വിറ്റുണ്ട്, നല്ല രസമുള്ള തമാശ പറയുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ കൂടെ ഈ ക്യാമറാമാൻ അജീബ് കോമാച്ചിന്റെ പോലെ പ്രധാനപ്പെട്ട ഒരു അറിയായിരിക്കും. അജീബിന്റെ മോൻ അഖിലുണ്ട്. അപ്പോൾ ഓരോരുത്തർ പേര് കിട്ടുന്ന സമയത്ത് ഇവർക്ക് മതവും കിട്ടണം. അപ്പൊ എന്റെ പേരൊക്കെ വേണം മുഹമ്മദ് ഫർമീസ് ആണ് പേര്, PVM എന്നല്ല, രേഖയുടെ മുഹമ്മദാണ്. അപ്പൊ വേറെ റിലീജിയൻ കിട്ടും. അപ്പൊ അഖിലിനെ വിളിച്ചിട്ട് അഖിലിന്റെ പേരെന്താ അഖിൽ, വീട്ടുപേരെന്താ കോമാച്ചി. ഇത് രണ്ടും കേട്ടിട്ട് ആൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് പിന്നെ അച്ഛന്റെ പേരെന്താ അജീബ്, ലാസ്റ്റ് എന്റെ മതം എന്താ.
ഇങ്ങനെ നേർക്കുനേരം മതം ചോദിച്ചു തന്നെയാണ് പരിപാടി. അതിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ അവിടുന്ന് പിന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പിന്നെ റെയിൽവേന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ മാറ്റി. എന്നിട്ടോ നിങ്ങൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു വളരെ നാടകീയമായി ഒരു ക്ലീൻ ഷേവ് ഒക്കെ ഇട്ട ഒരു ഇൻസൈഡൊക്കെ ചെയ്തൊരു പയ്യൻ വന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. ഞാൻ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ പ്രവർത്തകനാണ്. എനിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ ഒരു ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ കാഡർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ഉത്തരേന്ത്യൻ പിന്നെ ഒരു ആസാം പശ്ചാത്തലത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാവുന്നല്ലോ. അങ്ങനെ കണ്ടതിൽ അങ്ങനെ തോന്നില്ല. അപ്പോൾ പിന്നെ പറഞ്ഞു ഞാൻ എൻ്റെ കുറച്ച് ഞങ്ങളെ സംഘടന കളക്ട് ചെയ്ത കുറച്ച് മെറ്റീരിയൽ ഉണ്ട്, നിങ്ങൾ ഈ കൊക്രജാറിലെ ഈ ദുരന്തബാധിത പ്രദേശത്ത് കൊടുക്കുക വെച്ചു. ഇത് മറ്റൊരു മണ്ടത്തരം. കുറച്ച് വിവരമുള്ള ആൾക്കാരെ ഇങ്ങനത്തെ പണിക്കാരുണ്ട്. ഓന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ കേരളത്തിൽ നിന്ന് വന്ന കൊക്രജാർ എവിടെയെന്ന് അറിയാത്ത എന്നോട് ആസാമിലെ ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്ന് പറയുന്ന സജീവ ജനകീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ വന്നിട്ട് പറയാണ് ഞങ്ങളെ കയ്യിൽ സാധനം നിങ്ങൾ ഇത് കൊണ്ടുകൊടുക്കുക. വിവരക്കേടാണല്ലോ. ഞാൻ നമ്മളെ കൂടെ സുഹൃത്ത് നദീറുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞു നിങ്ങൾ സംഭവം ആരാന്ന് പറഞ്ഞേക്ക്. ഞങ്ങൾക്ക് മനസ്സിലായില്ല. സംഭവം DYSP റാങ്കിലുള്ള ഒരു പിന്നെ ഉദ്യോഗസ്ഥനാണ്, IB എന്നേ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടത് ലാസ്റ്റ് വെളിപ്പെടുത്തി ആണെന്ന് വെച്ചു. പിന്നെ അങ്ങോട്ട് നിങ്ങൾ പോകാൻ പറ്റാന്ന് പറഞ്ഞു. പിന്നെ കുറെ എന്താ പറയാ രസകരമായ സാധനങ്ങൾ പിന്നെ ഞങ്ങളെ മെറ്റീരിയൽ മൊത്തം പരിശോധിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ സുഹൃത്ത് നദീറിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചു. അപ്പൊ ലാപ്ടോപ്പിൽ ഭയങ്കര വിറ്റാണ്. ലാപ്ടോപ്പിൽ അദ്ദേഹം ഈ ഡൗൺലോഡ്സ് ഫയൽ നോക്കുന്ന സമയത്ത് അതിൽ ഒരു പാകിസ്ഥാനിയുടെ CV. അപ്പൊ ഇവന് ആ സമയത്ത് നദീർ ആ സമയത്ത് ഗൾഫിൽ ഒരു IT കമ്പനി നടത്തിയിരുന്ന ആളാണ്. ഓന്റെ കമ്പ്യൂട്ടറിൽ ആ സമയത്ത് ഏതോ പിന്നെ ഗൾഫിലേക്ക് ആളുകളെ കോൾ ഫോർ ചെയ്ത സമയത്ത് വന്ന CV ആണ്. അപ്പൊ നീ എന്തിനാണ് പാകിസ്ഥാനിലേക്ക് വന്നതെന്നാണ് അതിന്റെ മുകളിൽ കുറെ കൂടി. പിന്നെ നമ്മളെ ഈ ഇവന്റെ അടുത്ത് ബുക്കുള്ള സമയത്ത് ഈച്ചറ വാര്യരുടെ ഒരു ആത്മകഥയോ അങ്ങനെ ഏതോ അതിന്റെ ഇംഗ്ലീഷ് ബുക്കോ അങ്ങനെ എന്തോ ഒരു ബുക്ക് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ബുക്ക് ഓരോ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാവോയിസ്റ്റുകളായിട്ട് എന്താണ് ബന്ധം, ടെററിസ്റ്റുകളായിട്ട് എന്താണ് ബന്ധം, ഇങ്ങനെ നമ്മൾ എവിടത്തേക്കാണ് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് തലങ്കും വിലങ്ങും സറണ്ടർ ചെയ്യും. അവസാനം ഓരത് ലാപ്ടോപ്പ് സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സറണ്ടർ ചെയ്യണമെങ്കിൽ കൃത്യമായ സാധനം തരണം, എന്നിട്ട് നമ്മൾ തിരിച്ചെടുക്കും എന്നൊക്കെ നമ്മൾ വാശി പിടിക്കാൻ. സംഗതി ഞങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവസാന ഘട്ടത്തിൽ ഞങ്ങളന്ന് സിദ്ദീഖ് സാഹിബ് ഉണ്ടായിരുന്നു. മൂപ്പര കൂടി ആശീർവാദത്തോടു കൂടി നടക്കുന്ന യാത്രയാണ്. മൂപ്പര നമ്മൾ വിളിച്ചിട്ട് പോകും സംഗതി ഞങ്ങൾ കയ്യിൽ നിന്ന് പോകും. അകത്തായ ചിലപ്പോൾ പുറത്തിറങ്ങാൻ കഴിയില്ല. ഞങ്ങളെന്താ തെറ്റിയത്? ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളൊരു യാത്ര പോയി, വളരെ സുതാര്യമാണ്, ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അവർക്ക് പോയി നിങ്ങൾ പോണ്ടെന്ന് പറയാം. ഞങ്ങൾ ഇങ്ങനെ കയറി തലങ്ങു വിലങ്ങാക്കി ഞങ്ങളവിടെ ഒരു ദിവസം അവിടെ പിടിച്ചിട്ടു. അപ്പോൾ സിദ്ദീഖ് സാഹിബ് ആ സമയത്ത് അവിടുത്തെ AUDF ആസാം പിന്നെ AUDF നേതാക്കന്മാരെയും അവിടുത്തെ PCC നേതാക്കന്മാരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും അദ്ദേഹം ഡൽഹി ബേസിൽ നിന്ന് വിളിച്ചു. അങ്ങനെ അവരവിടെ വന്നു. നമ്മളെ ക്യാമ്പസിൽ വന്നിട്ട് നമ്മൾ അവിടുന്ന് റിലീസ് ചെയ്യാണ് ചെയ്തത്. അതായത് റിലീസ് ചെയ്യുന്ന പറഞ്ഞാൽ അവരവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി, പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാക്കും, പത്രസമ്മേളനം നടത്തും എന്നൊക്കെ പറഞ്ഞ് ബാളുണ്ടാക്കിയപ്പോൾ ലാസ്റ്റ് കോംപ്രമൈസ് ചർച്ച അവർ നടത്തിയ കോംപ്രമൈസ് ചർച്ചയുടെ ഭാഗമായി ഞങ്ങളെ പോലീസിന്റെ അനുമതിയോടുകൂടി കൊണ്ടുപോകാം ഈ സ്ഥലത്ത് നടത്തി ഞങ്ങളെ ലാസ്റ്റ് കൊണ്ടുപോയി. പക്ഷെ പോലീസ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അനുഭവമായിരുന്നത്. ഇങ്ങനത്തെ എന്താ പറയുക ഒരു മുസ്ലിം ആണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ തെളിവൊന്നും വേണ്ട, നമ്മളെ സംശയിക്കാൻ തെളിവ് വേണ്ട എന്നുള്ള അനുഭവങ്ങൾ വേറെയും കുറെ ഉണ്ടായിട്ടുണ്ട്.